റഡാർ കണ്ടെത്തുമ്പോഴേക്കും തന്നെ ലക്ഷ്യം ഭേദിച്ച് കഴിയുന്ന രീതിയിലുള്ള വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ആയുധം നമ്മുടെ രാജ്യത്തിനുണ്ടെന്ന് ഒന്ന് സങ്കല്പിക്കാം. എന്നാൽ ഇതിനി ഒരു ഫിക്ഷനോ സ്വപ്നമോ ഒന്നുമല്ല. ഇന്ത്യയുടെ മിസൈൽ സാങ്കേതിക വിദ്യയിലെ ഏറ്റവും കരുത്തുറ്റ കാൽവെപ്പായി വിശേഷിപ്പിക്കപ്പെടുന്ന ET-LDH-CM, അതായത് എക്സ്റ്റൻഡഡ് ട്രജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. റഷ്യയുടെ സിർക്കോൺ മിസൈലിനോട് കിടപിടിക്കുന്നതാണ് ഇന്ത്യയുടെ ഈ പുത്തൻ മിസൈൽ. ഇത് ഇന്ത്യൻ സായുധ സേനയുടെ കരുത്ത് ഇരട്ടിയാണ്. DRDO വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ ഇന്ത്യയുടെ രഹസ്യ പദ്ധതിയായ പ്രോജക്ട് വിഷ്ണുവിന്റെ ഭാഗമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ചൈനയും പാകിസ്ഥാനെയും ഒരുപോലെ പ്രതിരോധിക്കാനും ഒരേ സമയം വലിയ പ്രത്യാക്രമണങ്ങൾ നടത്താനും ഈ ഹൈപ്പർസോണിക് മിസൈലിലൂടെ ഇന്ത്യക്ക് സാധിക്കും. ഇതിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത, ഈ മിസൈൽ സഞ്ചരിക്കുന്ന രീതിയും അതിന്റെ ഹൈപ്പർസോണിക് വേഗതയും കാരണം റഡാറുകൾക്ക് ഇതിന്റെ സ്ഥാനം കണ്ടെത്താൻ പ്രയാസമാണ്. ശത്രുക്കൾക്ക് ഇത് കണ്ടെത്തിയാൽ തന്നെ അവർക്ക് പ്രതികരിക്കാൻ സമയം ലഭിക്കില്ല. വൈവിധ്യം ET-LDH-CMന്റെ മറ്റൊരു മുഖമുദ്രയാണ്. കരയിൽ നിന്നോ കടലിൽ നിന്നോ വായുവിൽ നിന്നോ ഇത് വിക്ഷേപിക്കാൻ കഴിയുമെന്നതാണ്. ഇത് ഇന്ത്യക്ക് അസാധാരണ ആധിപത്യം നൽകുന്നു. ഈ മിസൈലിന്റെ വേഗത വെച്ച് കണക്കാക്കിയാൽ ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് വിക്ഷേപിച്ചാൽ വെറും 10 മിനിറ്റിനുള്ളിൽ പാകിസ്ഥാനിലെ കറാച്ചി പോലെയുള്ള നഗരങ്ങളിൽ ലക്ഷ്യം കാണാൻ ഇതിന് സാധിക്കും. അതായത് ദീർഘദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി തന്നെ തകർക്കാൻ ഇതിന് കഴിയുമെന്നത് തന്നെ. സാധാരണ മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി പറക്കുന്നതിനിടയിൽ പാത മാറാനുള്ള കഴിവ് ഇതിനുണ്ട്. അതിനാൽ ലക്ഷ്യസ്ഥാനം എവിടെയാണെന്ന് ശത്രുക്കൾക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് എന്നിവയ്ക്കായി വികസിപ്പിക്കുന്ന ഈ മിസൈൽ ഇന്ത്യ ലോകത്തിലെ ചുരുക്കം ചില ഹൈപ്പർസോണിക് രാജ്യങ്ങളുടെ നിരയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. 2030ഓടെ ഏകദേശം 500ഓളം മിസൈലുകൾ സൈന്യത്തിന്റെ ഭാഗമാകുമെന്നാണ് കരുതപ്പെടുന്നത്.